CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും വിമർശനം. ഹരിപ്പാടും കായംകുളത്തും പാർട്ടി മൂന്നാം സ്ഥാനത്ത് എത്തിയതിനു കാരണം പാർട്ടിക്കകത്തെ വിഭാഗീയതയാണെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. മനീഷ്, ഗുഡ് മോർണിംഗ്. മനീഷ്, ഈ ആലപ്പുഴ ജില്ലയിൽ കമ്മിറ്റിയിൽ ഉൾപ്പെടെ നമ്മൾ ഒരുപാട് നാളുകൾക്ക് മുൻപ് തന്നെ ഈ വിഭാഗീയത രൂക്ഷമായി പല തവണ അത് കണ്ടിട്ടുള്ളതാണ് പ്രശ്നങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു കുറ്റപ്പെടുത്തൽ, വിമർശനം വന്നിരിക്കുന്നു. അത് മുഖ്യമന്ത്രിക്ക് നേരെയും തിരിയുന്നു അല്ലേ? മറ്റു ജില്ലകളിലെ പോലെ തന്നെ ഭരണവിരുദ്ധ വികാരം ഇവിടെയും ഉണ്ടായി. അങ്ങനെ ഉണ്ടായി. മുഖ്യമന്ത്രിക്കെതിരെ, ഒപ്പം തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി, ആരോഗ്യമന്ത്രിക്കെതിരെയൊക്കെ തന്നെ രൂക്ഷ വിമർശനമുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉള്ളത് ധനകാര്യ മന്ത്രിക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കുമെതിരെയാണ്. മുഖ്യമന്ത്രിയുടെ ശൈലി തിരുത്തണം, ഒപ്പം തന്നെ ധനകാര്യ മന്ത്രിയുടെ രീതിയൊക്കെ തന്നെ മാറ്റേണ്ടതായിരുന്നു. പെൻഷൻ കൃത്യമായി നൽകാത്തതിൽ മറുപടി നൽകാനായില്ല, അത് വലിയ തിരിച്ചടിയായി. ഒപ്പം തന്നെ ഈ വിഭാഗീയ പ്രശ്നങ്ങൾ കാരണമാണ് മൂന്നാം സ്ഥാനത്ത്, പാർട്ടി കോട്ടകളിൽ ഒന്നായിട്ടുള്ള കായംകുളം, പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള കായംകുളത്ത് പോലും അവിടെ ഇടത് സ്ഥാനാർത്ഥിക്ക് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടേണ്ടി വന്നു. ഹരിപ്പാട് മൂന്നാം സ്ഥാനത്തേക്ക് പോയി. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറിക്കും രൂക്ഷ വിമർശനമുണ്ട്. ജില്ലാ സെക്രട്ടറി ആർ നാസർ പല തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നില്ല. ഈ കുട്ടനാട്ടിലൊക്കെ തന്നെ വലിയ കൊഴിഞ്ഞുപോക്ക് പാർട്ടിക്കുണ്ടായിരുന്നു. 300ഓളം പാർട്ടി അംഗങ്ങൾ കൊഴിഞ്ഞുപോയി. അവിടെ ഒരു പഞ്ചായത്ത് തന്നെ അട്ടിമറിക്കപ്പെട്ടു. അത് കോൺഗ്രസിന് എത്തി. പക്ഷെ അവിടെയൊന്നും ഇടപെടാൻ ജില്ലാ സെക്രട്ടറി തയ്യാറായില്ല. കുട്ടനാട്ടിലെ വിഷയം പരിഹരിക്കാൻ ജില്ലാ സെക്രട്ടറിക്കായില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് ഇല്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്നും ഒരു ജില്ലാ കമ്മിറ്റി അംഗം ശിവദാസൻ ആരോപണം ഉന്നയിച്ചു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചയിൽ കാര്യം പറഞ്ഞു. പ്രധാനപ്പെട്ട വെള്ളാപ്പള്ളി വിഷയത്തിൽ കഴിഞ്ഞ ദിവസം എല്ലാ നേതാക്കളും അതായത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വെള്ളാപ്പള്ളി നടേശനെതിരെ BJPക്ക് ഒപ്പം നിന്നു എന്നുള്ള വാദം ഉന്നയിച്ചുവെങ്കിലും ജില്ലയിലെ പല നേതാക്കളും വെള്ളാപ്പള്ളിക്ക് ഒപ്പമായിരുന്നു. വെള്ളാപ്പള്ളി പിന്തുണച്ചാണ് രംഗത്ത് വന്നത്. പക്ഷേ ഇവിടെ ഇടത് സ്ഥാനാർത്ഥി AM ആരിഫ് വെള്ളാപ്പള്ളിക്കെതിരെ ചില വാദങ്ങൾ പറഞ്ഞു. അതായത് ആദ്യം തെരഞ്ഞെടുപ്പ് സമയത്ത് താൻ ആദ്യം പോയി കണ്ടപ്പോൾ തന്നെ സഹായിക്കാമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ എതിരെയും പറഞ്ഞിരുന്നു. പിന്നീട് ED പേടിയാന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു എന്നും AM ആരിഫ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വെള്ളാപ്പള്ളിയെ പിന്തുണച്ചും വിമർശിച്ചും ആലപ്പുഴ ജില്ലാ നേതൃയോഗങ്ങളിൽ ചർച്ചയുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ വെള്ളാപ്പള്ളി രൂക്ഷമായി വിമർശിച്ച് TK ദേവകുമാർ കൂടി രംഗത്തെത്തി. അങ്ങനെ ആലപ്പുഴയിലെ ജില്ലാ നേതൃയോഗങ്ങളിലും മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും നേതൃത്വത്തിനെതിരെയൊക്കെ തന്നെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉണ്ടായത്. ഇന്നലെയോടുകൂടി തന്നെ നേതൃയോഗങ്ങൾ അവസാനിച്ചു. സ്മിത. ശരി. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.